ഓം ശാന്തി. ഇന്ന് പ്രഭാതത്തിൽ പക്ഷികൾ കരയുന്നതും ശലഭങ്ങൾ പറക്കുന്നതും ആഹാരം തേടുന്നതായിട്ടുള്ള ജീവികളുടെ യാത്രയും കണ്ടപ്പോൾ അറിയാതെ മനുഷ്യജീവിതവും ഒരു യാത്ര തന്നെയല്ലേ എന്ന് ഞാൻ ഓർത്തുപോയി. ഈ യാത്രയിൽ 3 ശബ്ദങ്ങൾ നമ്മൾ ഓർക്കുകയാണെങ്കിൽ എന്നും നമുക്ക് സുഖകരമായിട്ടുള്ള യാത്രയായിരിക്കും. ആ 3 ശബ്ദങ്ങൾ ഏതാണ്? അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം ഭാവം അഥവാ ഭാവന. രാവിലെ എഴുന്നേറ്റ് തിരക്ക് പിടിച്ച് ടിഫിൻ ബാഗുമായി സ്കൂൾ ബാഗ് പുറത്തിട്ട് പോകുന്ന കുഞ്ഞുങ്ങൾ, തൻ്റെ ഫുഡിൻ്റെ കിറ്റും കൊണ്ട് ജോലി സ്ഥലത്തേക്ക് ഓടുന്ന ആളുകൾ, പണിസ്ഥലത്തേക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നവർ, ഓഫീസിൽ പോകുന്നവരുണ്ട്, കെട്ടുപണിക്ക് പോകുന്നവരുണ്ട്, വാർക്കപ്പണിക്ക് പോകുന്നവരുണ്ട്, അതല്ലാതെ മറ്റേത് കൃഷിയിടത്തിൽ പണിക്ക് പോകുന്നവരുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഉണർന്നിട്ട് പ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ കയറി താഴെ നിന്ന് നോക്കിയാൽ എന്തൊരു തിരക്കാണ് ഈ ലോകത്ത്. അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം, വണ്ടികളുടെ ഓട്ടം. എന്താണ് ഈ പ്രവാഹത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യം എന്നറിയോ? പലപ്പോഴും പലരും പഠിപ്പിക്കുന്നതും പണിയുന്നതും കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പലപ്പോഴും വീക്ഷിക്കുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി ചെയ്യുന്നതിന് പകരം ടെൻസ്ഡ് ആയിട്ടുള്ള മുഖം, ചെയ്യണമല്ലോ എന്ന് കരുതി ചെയ്യുന്ന ആളുകൾ, പലപ്പോഴും കഷ്ടപ്പെടുന്നവർ. ഞാൻ ഓർത്തു പോവും ഒരിക്കൽ ഒരു യാത്രക്കാരൻ്റെ അനുഭവം. ഒരാൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇന്ന് റോഡരികിൽ നിന്ന് കല്ല് പൊട്ടിക്കുന്ന 2 ആളുകളെ കണ്ടു. അങ്ങനെ അയാൾ കല്ല് പൊട്ടിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നോക്കുമ്പോൾ അയാൾ ആകെ വിയർത്ത് കുളിച്ച് ക്ഷീണിച്ച് ആ വെയിലിൻ്റെ ചൂടേറ്റ് വാടി തളർന്ന് മുഖത്തൊക്കെ സങ്കടവും ടെൻഷനും നിരാശയും എന്തൊക്കെയോ ഭാവത്തിലാണ് അയാളെന്ന് കല്ല് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, എന്തൊരു കഷ്ടപ്പാടാണല്ലേ ഈ വെയിലത്ത് ഇങ്ങനെ കല്ല് പൊട്ടിക്കുക എന്ന് വെച്ചാൽ. ശരിക്കും നിങ്ങൾ കാണുന്നില്ലേ, പൊരിയുന്ന വെയിലാണ്, അത്രയും സഹിക്കാനാവുന്നില്ല. എന്നാൽ അയാളെ കഷ്ടപ്പാട് കല്ല് പൊട്ടിക്കുമ്പോഴുള്ള വിഷമമൊക്കെ അയാൾ പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്നാൽ പിന്നെ ഇങ്ങനത്തെ ഈ വെയിലിൽ കല്ല് പൊട്ടിക്കാണ് നിങ്ങൾക്കൊന്ന് മാറിപ്പോയിക്കൂടായിരുന്നോ ചോദിക്കുക. എന്ത് ചെയ്യാം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി എനിക്കറിയുന്ന ജോലി ഇതേ ഉള്ളൂ, അപ്പോൾ എനിക്കെന്താ ചെയ്യാൻ പറ്റും ചോദിക്കുക. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ശരി, നിവൃത്തികേടല്ലേ. അപ്പോൾ അയാൾ അങ്ങനെ മറ്റ് കല്ല് പൊട്ടിക്കുന്ന ആളെ നോക്കുമ്പോൾ അയാളിങ്ങനെ ചൂളയടിച്ച് പാട്ട് പാടി ഭയങ്കര സന്തോഷത്തിലാണ് കല്ല് പൊട്ടിക്കുന്നത്. അപ്പോൾ അയാളടുത്ത് പോയി ചോദിച്ചു, അല്ല നിങ്ങളും കല്ല് പൊട്ടിക്കന്നെയല്ലേ, നിങ്ങൾക്ക് വെയിൽ ഏൽക്കുന്നില്ല, നിങ്ങൾക്ക് ചൂട് തോന്നുന്നില്ല, ഭയങ്കര സന്തോഷത്തിലാണല്ലോ ചോദിക്കുക. അപ്പോൾ ഇയാൾ പറയും, നിങ്ങൾക്കറിയോ ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ കല്ല് പൊട്ടിക്കുന്നത് എന്ന്? ഈ കല്ല് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു സുന്ദരമായിട്ടുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്രയോ ആളുകൾ വന്ന് നിൽക്കും, പ്രാർത്ഥിക്കും, അവരെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും തീരും. എന്തൊരു സുഖകരമായിട്ടുള്ള നിമിഷമായിരിക്കും അപ്പോൾ. അപ്പോൾ ഇയാൾ സ്വന്തം കർമ്മത്തിൻ്റെ ആനന്ദിക്കുകയാണ്, മറ്റൊരാൾ സ്വന്തം കർമ്മത്തിൽ കഷ്ടപ്പെടുകയാണ്. ഇതാണ് ഭാവവും ഭാവനയും എന്ന് ഞാൻ പറഞ്ഞത്. എല്ലാവരും ചെയ്യുന്നുണ്ട്. ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, ജോലി ആയതുകൊണ്ട് പഠിപ്പിക്കുകയാണ്, അവരെ ഹാർട്ട് പഠിപ്പിക്കലില്ല. ചില ഓഫീസിൽ സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട്, രാവിലെ ഒരു 10 മണിക്ക് ഓഫീസിൽ കയറിയ 5 മണി വരെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ്. അതേസമയം തൻ്റെ ജോലിയോട് കമ്മിറ്റ്മെൻറ്റും ആത്മാർത്ഥതയും ഭാവനയോടും കൂടി ഒരു കുട്ടി പഠിക്കുകയാണെങ്കിലും പഠനം ആസ്വാദികരായിരിക്കും. അമ്മ ആഹാരം ഉണ്ടാക്കുമെങ്കിൽ അതിൽ ഭാവവും ഭാവനയുണ്ടെങ്കിൽ എത്ര ആഹാരം ഉണ്ടാക്കി കൊടുക്കാനും ഒരു അമ്മയ്ക്ക് സന്തോഷമായിരിക്കും. അടുക്കളയിൽ ആ പണി ചെയ്യുകയാണെങ്കിലും, ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിലും, അല്ല പുറത്തൊരു വീടുണ്ടാക്കുകയാണെങ്കിലും, കൃഷിക്ക് പണിയെടുക്കുകയാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ അതിനോടുള്ളതായിട്ടുള്ള ഭാവന വലുതാണെങ്കിൽ ആ എല്ലാ ജോലിയും അത്രയും മഹത്തരായതാണ്. അതെല്ലാം നമുക്ക് ആസ്വാദികരായിട്ട് മാറും. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സന്തോഷിക്കാനുള്ളതാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് ഒരു കാര്യം, ആദ്യത്തെ ശബ്ദം ഭാവം അഥവാ ഭാവന. രണ്ടാമത്തെ ശബ്ദം പ്രഭാവം. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വളർന്നു വരുമ്പോൾ നമ്മളിൽ പല രീതിയിലുള്ളതായിട്ടുള്ള പ്രഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ, അത് കഴിഞ്ഞാൽ കൂട്ടുകാരുടെ, പിന്നെ ടീച്ചേഴ്സിൻ്റെ, പിന്നെ നമ്മളൊരു ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ. ഞാൻ ഓർമ്മിക്കും എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ അമ്മ എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡലാണ്. എന്ന് വെച്ചാൽ അർത്ഥം വിശ്വാസം വേണോ, ശക്തി വേണോ, സമർപ്പണം വേണോ, ഹാർഡ് വർക്ക് വേണോ, കമ്മിറ്റ്മെൻറ്റ് വേണോ, ഇതിനെല്ലാം ഞാൻ എൻ്റെ അമ്മയേക്കാൾ നല്ല മാതൃക ഞാൻ വേറെ എവിടെയും കണ്ടില്ല എന്ന് ഞാൻ പറയും. സാധാരണ ഒരു വീട്ടമ്മയായിക്കൊണ്ട് തൻ്റെ ഒരു നിമിഷം പോലും വ്യർത്ഥമാക്കാത്ത ഹാർഡ് വർക്ക്, എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ വായിക്കാനും പഠിക്കാനുള്ള എൻ്റെ അമ്മയുടെ താല്പര്യം, അസുഖങ്ങൾ വന്ന് വയ്യാതിരിക്കുന്ന സമയങ്ങൾ പഠനത്തിലൂടെ ആസ്വാദകരമാക്കി മാറ്റുന്ന എൻ്റെ അമ്മയുടെ സംസ്കാരം, അതുപോലെ തന്നെ ഭഗവാനുള്ളതായിട്ടുള്ള അടിയുറ
അടിയുറച്ച വിശ്വാസം, ആ അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ തുടങ്ങിയാൽ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരില്ല. അത്രയും അധികം പാഠങ്ങൾ ഞാൻ എൻ്റെ പാരൻസിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. കഷ്ടപ്പാടില്ലാത്തൊരു കുടുംബത്തിലൊന്നുമല്ല ഞാൻ ജനിച്ച് വളർന്നത്, ഒരു സാധാരണ കുടുംബത്തിലാണ്. പക്ഷേ എല്ലാ കഷ്ടപ്പാടിൻ്റെയും അവസാനത്തിൽ അതിനെല്ലാം നന്മയിലേക്ക് മാറ്റാനുള്ള ഒരു ഹാർഡ് വർക്ക്, ആ ഒരു സന്തോഷത്തിൻ്റെ, ഹാപ്പിനെസ്സിൻ്റെ അന്തരീക്ഷം, ആ ഒരു വിശ്വാസത്തിൻ്റെ ശക്തി, അതെല്ലാം എൻ്റെ പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം സ്വന്തമാക്കിയതായിരിക്കാം എനിക്ക് എന്നും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. മറ്റൊന്ന് എൻ്റെ ടീച്ചേഴ്സ്. ഇന്ന് ഞാൻ ഓർക്കും എൻ്റെ മേരി ടീച്ചർ, എൻ്റെ അരവിന്ദാക്ഷൻ മാഷ്, എൻ്റെ സോജ സിസ്റ്റർ, ഇവരൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ പകർന്നു തന്ന അനുഭവത്തിൻ്റെ നിധിയുണ്ടല്ലോ, അത് ഈ ജന്മം മുഴുവൻ ജീവിച്ച് തീർത്താലും തീരും തോന്നണില്ല. അത്രയും നല്ല നല്ല ടീച്ചേഴ്സ്. ഞാൻ വളർന്ന് എൻ്റെ ജീവിതത്തെ എൻ്റെ പ്രൊഫഷനായി തിരഞ്ഞെടുത്ത സമയത്ത് ഒരു ബ്രഹ്മകുമാരി ജീവിതത്തെ എൻ്റെ പ്രൊഫഷണൽ ലൈഫായി ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ മുന്നിൽ മഹാൻ തപസ്വികളായിരിക്കുന്ന ദാദി, ദീദി, ജാനകി ദാദി, 103 വയസ്സിൽ ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിന് നിറകുടമായിക്കൊണ്ട് രാജ്യങ്ങൾ തോറും നാടുകൾ തോറും പറന്നു നടന്ന് സേവ ചെയ്യുന്ന ദാദി, സ്നേഹത്തിൻ്റെ അവതാരമായിരുന്ന പ്രകാശ്മണി ദാദി. ഞാൻ പറയാൻ തുടങ്ങിയാൽ വാക്കുകൾ എവിടെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അത്രയുള്ളതായിരിക്കുന്ന പ്രൊഫഷണൽ ലൈഫിൽ എനിക്ക് കിട്ടിയ പ്രഭാവം, ജീവിതത്തിലെ എല്ലാ പ്രഭാവത്തിൻ്റെയും പോസിറ്റീവായിട്ടുള്ള സൈഡുകളെ മാത്രം എടുത്തുകൊണ്ട് ആ മുന്നോട്ടുള്ള യാത്ര എന്തൊരു അനുഗ്രഹീതാണെന്നറിയോ. അതുകൊണ്ട് പ്രഭാവിതരാവാൻ 2 വശമുണ്ട് നിങ്ങൾക്ക്. വേണമെങ്കിൽ എല്ലാത്തിൻ്റെയും ഏത് സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തിന്മ കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ എല്ലാത്തിലും നന്മയും കാണാം. നന്മകളെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയാൽ എല്ലാ നിമിഷവും അനുഗ്രഹീതമായിട്ട് നമുക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് ആ പ്രഭാവത്തിന് എപ്പോഴും നമുക്ക് പോസിറ്റീവിലേക്ക്, നല്ലത് കാണൂ, നല്ല ആളുകളുടെ പ്രഭാവത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അകാരണേ മോശം ആളുകളുടെ സംഘത്തിൽ വരേണ്ടി വന്നാലും നിങ്ങളുടെ പ്രഭാവം കൊണ്ട് അവരെ കൂടെ നല്ലവരാക്കാൻ നോക്കണം. ഞാൻ ഓർമ്മിക്കും, ഒരിക്കൽ ഒരു ഇൻ്റർസോൺ ഫെസ്റ്റിവലിൽ ഞാൻ കോളേജിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ, കോളേജിലെ എല്ലാവരും തന്നെ ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പേരിട്ട് വിളിച്ചിരുന്ന കുറേ കുഞ്ഞുകുട്ടികളായിരുന്നു. അവർ മദ്യപിക്കുന്ന സ്വഭാവക്കാരുണ്ടായിരുന്നു, പെൺകുട്ടികളെ കളിയാക്കുന്ന ശീലക്കാരുണ്ടായിരുന്നു, സിഗരറ്റ് വലിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ എത്ര വരെ എൻ്റെ ലൈറ്റ് മ്യൂസിക്കിൻ്റെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഞാൻ പോരുന്നില്ലോ അതുവരെ നമുക്കിതൊന്നും ചെയ്യരുത്, നമ്മുടെ കൂടെ ഷീബയുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണ്ട എന്നെൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു വലിയ റിവാർഡായിട്ട് എന്നും ഞാൻ ഓർക്കുന്ന വാക്കാണ്. നമ്മുടെ പ്രഭാവത്തിൽ അവരെ മാറ്റൂ, അല്ലെങ്കിൽ നന്മയുടെ പ്രഭാവം എന്നും സ്വീകരിക്കാൻ തുടങ്ങിയ തിന്മയുടെ കൂട്ടുകെട്ടിൽ പോയാൽ പോലും നിങ്ങളുടെ നന്മയുടെ പ്രഭാവത്തിൽ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിലെ പ്രഭാവം ഒന്നുകിൽ പ്രഭാവിതരാക്കണം, അഥവാ നല്ല പ്രഭാവങ്ങൾ സ്വീകരിക്കണം. ആ പരമമായിരിക്കുന്ന ഭഗവാന്റെ പ്രഭാവത്തിലിരിക്കാൻ ശ്രമിക്കണം. എന്നാൽ എല്ലാ പ്രഭാവങ്ങളിൽ നിന്നും ഉപരിയായിക്കൊണ്ട് എല്ലാത്തിനെയും നന്മയിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഒന്ന് അഭാവം എന്നുവെച്ചാൽ അർത്ഥമില്ലായ്മകൾ. പലപ്പോഴും പല സാഹചര്യത്തിലും പലതും നമുക്ക് ഇല്ലാതെ പോയിട്ടുണ്ടായിരിക്കാം. ഇല്ലാതെ പോയ കാര്യങ്ങൾക്ക് എനിക്കതില്ല, ഇതില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് എണ്ണിപ്പറക്കി കരയുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഞാൻ പറയുകയാണ്, ഏതൊക്കെ കിട്ടാത്ത കാര്യങ്ങളുണ്ടോ അതിനൊക്കെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റൂ. അത് ആർജിക്കാനുള്ളതായിട്ടുള്ള ആഗ്രഹം, അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം. നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ, തീയിൽ മുളച്ചത് വെയിലത്ത് വാടാറില്ല എന്ന് പറയാറുണ്ട്. ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു വരുന്നവരാണ് ഏറ്റവും വലിയ മഹാന്മാരായത്. അതുകൊണ്ട് ഉള്ളതിനൊക്കെ തന്നെ ഈശ്വരനോട് നന്ദി പറയൂ, എന്നാൽ ഇല്ലാത്തത് നമുക്ക് തന്നെത്താൻ വന്നുകൊണ്ടിരിക്കും. കുറവുകളെ കാണാതെ ആ കുറവുകൾക്ക് പകരം ആ ഒരു ക്ഷമതേനെ നമ്മളുള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് അതിനെ കൂടെ നമ്മുടെ ശക്തിയാക്കി മാറ്റിക്കൊണ്ട് മുന്നേറൂ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ, ഒന്ന് എന്തിനോടുള്ളതായിട്ടുള്ള ഭാവവും ഭാവനയും, മറ്റൊന്ന് എപ്പോഴും പ്രഭാവശാലികളായിരിക്കുന്ന വ്യക്തികളുടെ സംഘത്തിലിരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, മൂന്നാമത്തെ അഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ശക്തികളിലേക്ക് പരിവർത്തനപ്പെടുത്താൻ നിങ്ങൾ നോക്കിയാൽ തീർച്ചയായിട്ടും ഈ ജീവിതയാത്ര എന്നും ആസ്വാദ്യകരാണ്, എന്നും അനുഗ്രഹീതാണ്. എല്ലാ ഇല്ലായ്മകളും നമ്മുടെ ഏറ്റവും സുഖമായി മാറും. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കും, ദുഃഖത്തെ സുഖമായി അനുഭവം ചെയ്യുന്നവരാണ് യോഗികൾ എന്ന പരമാത്മാവിൻ്റെ മഹാവാക്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ ജീവിതത്തിൻ്റെ സത്യവും അതാണ്. ദുഃഖത്തെ സുഖമായിട്ട് അനുഭവം ചെയ്യണമെങ്കിൽ ഈ 3 ശബ്ദം എപ്പോഴും ഓർമ്മിക്കുക: ഭാവം, പ്രഭാവം, ഒപ്പം അഭാവത്തെ നിങ്ങളുടെ ശക്തിയായിട്ട് മാറ്റാനുള്ളതായിട്ടുള്ള. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ഓർക്കും എന്ന് ഓർത്തു വയ്ക്കുമെന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ. ഓം ശാന്തി.